ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നെന്തുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വൈഡ് മലായി ചിക്കൻ കബാബ്. അതിന് വേണ്ടി ഞാൻ അരക്കിലോ മുള്ളില്ലാതെ കോയെടുത്തിന്. അതിന് അര സ്പൂണ് ഗരം മസാല, അര സ്പൂണ് ചാട്ട് മസാല, ഉപ്പ്, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഒരു 5-8 പച്ചമുളക്, ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ബ്രെഡ് ക്രംസ്. അതില്ലെങ്കിൽ ബ്രെഡ് പാവുക പൊടിച്ചിട്ടിട്ടാലും മസാല, പിന്നെ ഒരു പൊടി പുതിന, ഒരു പൊടി കൊത്തുമീർ, പിന്നെ ഇത് മിക്സ് ആക്കിയിട്ട് അരമണിക്കൂർ വെക്കണം. പിന്നെ ഒരു ഇരുമ്പിൻ്റെ വെള്ളം ഇട്ടിട്ട് കൊടുക്കണം. ഞാൻ പിന്നെ 3 ഉള്ളിയില്ലേ ഫ്രീസ് ഉണ്ടാക്കിന് 3 ഉള്ളീൻ്റെ അതിട്ടിട്ട് കൊടുക്കണം. ഇതേമാതിരി ഫ്രീസ് ഉണ്ടാക്കിയിട്ട് എടുത്തിന്. പിന്നെ ഇതേമാതിരി മൈ പോലെ അരച്ചിട്ട് കൊടുക്കണം, തെരി ഇല്ലാതെ. ഇങ്ങനെ നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഇതേമാതിരി ഇല്ലേ പിന്നെ എല്ലാം കബാബ് ഉണ്ടാക്കിയിട്ട് എടുത്ത് പിന്നെ ഒരു ഫ്രൈ പാനിലില്ലേ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കണം. നമുക്ക് കബാബെല്ലാം ഉണ്ടാക്കിയിട്ടെടുത്ത് ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടില്ലേ നമ്മൾ കൂടുതൽ എണ്ണ ഒഴിക്കാൻ പാടില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതേമാതിരി ഇട്ട് കൊടുക്കണം കബാബിന്. പിന്നെ തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുക്കണം. കൊടുത്ത പിന്നെ കബാബെല്ലാം വെന്ത് കിട്ടീന്. പിന്നെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ ടോപ്പ് എടുത്തിന് സൈഡിൽ, പിന്നെ 50 ഗ്രാം ബട്ടർ എടുത്തിന്, പിന്നെ വെളുത്തുള്ളി കാലി കുത്തി എടുത്തിന് ഞാൻ ചോദിച്ചിട്ട്. അതേമാതിരി വെളുത്തുള്ളിൻ്റെ കളറ് മാറിന്. പിന്നെ ഒരു ഗ്ലാസ് പാലൊഴിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നല്ല മിക്സ് ആക്കിയിട്ട് കൊടുത്തേ പിന്നെ ഇല്ലേ ഇതേമാതിരി നോക്കല്ല മിക്സ് ആക്കിയിട്ട് കൊടുത്ത പിന്നെ കോൺഫ്ലവർ ഇല്ലേ ഇങ്ങനെ ഒരു സൈഡിൽ വെക്കണം. ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സും, 1 സ്പൂണ് കുരുമുളക് പൊടിയും അതിനിട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് കൊടുത്തേ പിന്നെ ഇല്ലേ പിന്നെ ഒരു സ്പൂണില്ലേ ചില്ലി സോസ് ഇട്ടിട്ട് കൊടുക്കണം. അതിനിട്ടിട്ട് കൊടുത്തേ പിന്നെ നല്ല ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ 1 സ്പൂണ് ഉപ്പിട്ടിട്ട് കൊടുക്കണം. ഇട്ടിട്ട് കൊടുത്തേ പിന്നെ നമ്മൾ ഇപ്പോൾ കോൺഫ്ലവർ പാലിൽ കലക്കിയിട്ട് വെച്ചിട്ടില്ലേ അതിനൊഴിച്ച് കൊടുക്കണം. അതിന് നല്ല ഇളക്കിയിട്ട് കൊടുക്കണം. കൊടുത്തേ പിന്നെ ഞാൻ ചീസ് കുറച്ചെടുത്തിന്, ചീസ് ഇട്ടിട്ട് കൊടുക്കണം. പിന്നെ ഫ്രഷ് ക്രീമില്ലേ കുറച്ച് ഇട്ടിട്ട് കൊടുക്കണം. നല്ല മിക്സ് ആക്കിയിട്ട് കൊടുത്തേ പിന്നെ ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ ഞാൻ കബാബ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടില്ലേ ഇതേ ഫ്രൈ പാനിലേക്ക് ഇതിനൊഴിച്ച് കൊടുക്കണം. നോക്ക് ഇതേമാതിരി. നിൻ്റെ മുളക് കൊത്തുമീർ പിന്നെ പാവിൻ്റെ അകത്ത് കഴിക്കാനാ പിന്നെ ചപ്പാത്തിൻ്റെ അകത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണാം.